എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഏപ്രിൽ 7, 1937. ഇന്നൊരു പ്രത്യേക വ്യക്തി ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ ഈശോ തൻ്റെ പീഡാസഹനത്തിൽ അനുഭവിച്ചതുപോലെ തന്നെ തീവ്രമായ വേദന എൻ്റെ കരങ്ങളിലും പാദങ്ങളിലും പാർശ്വത്വം അനുഭവപ്പെട്ടു. ഇതൊരു നിമിഷത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. എന്നാൽ ദൈവകൃപയിലല്ലാത്ത ആത്മാവിനെ ഇപ്രകാരം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒരവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ദൈവകരുണയുടെ തിരുനാളിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചാണെന്ന് അനുമാനിക്കാം. പരിശുദ്ധ പിതാവ് വിചിന്തനം ചെയ്യുന്നതായി ഞാൻ കണ്ടു. ഏപ്രിൽ 10, 1937. ഇന്ന് മദർ സുപ്പീരിയർ ദൈവകരുണയെക്കുറിച്ചൊരു ലേഖനം എനിക്ക് വായിക്കാനായി തന്നു. അതിൻ്റെ കൂടെ പെയിൻറ് ചെയ്ത ചിത്രത്തിൻ്റെ ഒരു പകർപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ ലേഖനം വിൽന്യൂസ് ആഴ്ചപ്പതിപ്പിൽ വന്നതായിരുന്നു. അത് ദൈവകരുണയുടെ ഭക്തനും അപ്പസ്തോലനുമായ ഫാദർ മൈക്കൽ സൊപ്പോച്കോ ക്രാക്കോവിലുള്ള ഞങ്ങൾക്ക് അയച്ചു തന്നതായിരുന്നു. ഈശോനാഥൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അവയിൽ ചിലത് അക്ഷരം പ്രതി ഉദ്ധരിച്ചിരുന്നു. ഈ ആഴ്ചപ്പതിപ്പ് കയ്യിലെടുത്തപ്പോൾ എൻ്റെ ആത്മാവിൽ സ്നേഹശരം തുളച്ചു കയറി. നിന്റെ തീക്ഷ്ണമായ ആഗ്രഹത്തെ പ്രതി കരുണയുടെ തിരുനാൾ ഞാൻ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ ഒരു സ്നേഹാഗ്നി ജ്വാലയാൽ എൻ്റെ അരൂപി പൊട്ടിപ്പോകുന്നതായും ദൈവത്തിൽ പൂർണ്ണമായും ഞാൻ അലിഞ്ഞു പോയതായും തോന്നി. ദൈവകരുണയുടെ പ്രവർത്തനം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന ആ മനോഹരമായ ആത്മാവ് തൻ്റെ ആഴമായ എളിമയാൽ ദൈവത്തിന് വളരെ പ്രിയമുള്ളവനാണ്. എല്ലാ പ്രധാന കൃപകൾക്കും മുമ്പായി ക്ഷമയുടെ പരീക്ഷണത്തിലൂടെ എൻ്റെ ആത്മാവ് കടന്നു പോകുന്നു. എനിക്ക് കൃപ അറിയാൻ സാധിക്കുന്നു, എന്നാൽ അത് കരസ്ഥമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളം അക്ഷമയാൽ എരിയുന്നു, എന്നാൽ സമയം ഇനിയും ആഗതമായിട്ടില്ല. അവനനീയമായ ഈ നിമിഷങ്ങൾ അനന്യസാധാരണമായതിനാൽ അവ വിവരിക്കാൻ പ്രയാസമാണ്. ഏപ്രിൽ 13, 1937. ഇന്ന് ദിവസം മുഴുവനും ഞാൻ കിടക്കയിൽ കഴിയണം. ശക്തമായ ചുമ മൂലം ഞാൻ വളരെ ക്ഷീണിതയാണ്. നടക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ എൻ്റെ അരൂപി വളരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരീരം തീർത്തും ദുർബലമാണ്. ഓ നാഥ, ഈ നിമിഷത്തിൽ അങ്ങയുടെ പ്രവൃത്തികളിൽ വ്യാപൃതയാകാൻ എനിക്ക് സാധ്യമല്ല. അതിനാൽ നിന്റെ ഹിതം പോലെ എന്നോട് വർത്തിക്കുക എന്ന സ്നേഹപ്രകരണം ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. പരീക്ഷണങ്ങൾ വളരെ ശക്തമാണെങ്കിലും സംശയങ്ങളുടെ വലിയ തിരമാല എൻ്റെ ആത്മാവിൽ അലതല്ലുന്നുണ്ടെങ്കിലും എൻ്റെ പ്രവൃത്തികളെ നിരുത്സാഹപ്പെടുത്തുന്നവ ശല്യപ്പെടുത്താൻ അരികെയുണ്ടെങ്കിലും ശത്രുവിൻ്റെ എല്ലാ ശ്രമങ്ങളും പാറയിൽ അടിച്ചു തകർത്തുകൊണ്ട് കർത്താവ് എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. എത്രമാത്രം ഉന്നതമായ കൃപകളാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഇവയെല്ലാം നിരന്തരം എന്നെ തുണയ്ക്കുന്നു. ഞാൻ വളരെ ബലഹീനയാണ്. ഞാൻ എല്ലാം ദൈവകൃപയുടെ യോഗ്യതയായി മാത്രം കരുതുന്നു. ഒരു ദിവസം ഒരു പ്രത്യേക പുണ്യം പരിശീലിക്കാൻ ഞാൻ തീരുമാനിച്ചു. മറ്റു ദിവസങ്ങളെക്കാൾ 10 പ്രാവശ്യം കൂടുതലായി ആ പുണ്യത്തിനെതിരായ പാപത്തിൽ ഞാൻ വീണുപോയി. സായാഹ്നത്തിൽ എന്തുകൊണ്ട് ഇന്ന് പതിവില്ലാതെ ഞാൻ വീഴ്ച വരുത്തിയെന്ന് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: നീ എന്നിൽ കുറച്ചും നിന്നിൽ കൂടുതലും ആശ്രയിച്ചു. ഞാൻ എൻ്റെ വീഴ്ചകളുടെ കാരണം കണ്ടെത്തി. പെട്ടെന്നുള്ള രോഗസൗഖ്യം. ഏപ്രിൽ 11, ഞായർ. ഫാദർ സൊപ്പോച്കോയ്ക്ക് ഒരു കത്ത് എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ തീർത്തും രോഗബാധിതയായി. ഞാൻ ആ കത്ത് അയച്ചില്ല. എന്നാൽ ദൈവഹിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അടയാളത്തിനായി കാത്തിരുന്നു. എന്തായാലും എൻ്റെ ആരോഗ്യം വളരെ വഷളായതിനാൽ കിടന്ന് വിശ്രമിക്കേണ്ടി വന്നു. ചുമ കഠിനമായി പീഡിപ്പിച്ചതിനാൽ കുറച്ച് തവണ കൂടി ഇത് ആവർത്തിച്ചാൽ തീർച്ചയായും അതെൻ്റെ അവസാനമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഏപ്രിൽ 14, ഞാൻ വളരെ അവശതയിലായിരുന്നു. വിശുദ്ധ ബലിയിൽ സഹായിക്കാൻ എനിക്ക് കഷ്ടിച്ച് സാധിച്ചു. എൻ്റെ അവസ്ഥ ചികിത്സയ്ക്കായി അവർ എന്നെ അയച്ചതിലും വളരെ മോശമായി അനുഭവപ്പെട്ടു. വലിവും ശ്വാസകോശങ്ങളിൽ കിലുകില ശബ്ദവും അസാധാരണമായ വേദനയും എനിക്കുണ്ടായി. എന്തുകൊണ്ടാണെന്നറിഞ്ഞുകൂടാ. ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ ശക്തമായ ഉൾപ്രേരണയുണ്ടായി. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി: ഈശോയെ, അങ്ങയുടെ പരിശുദ്ധവും ജീവദായകവുമായ രക്തം എൻ്റെ രോഗബാധിതമായ അവയവങ്ങളിൽ പ്രവഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധവും ആരോഗ്യസമ്പുഷ്ടവുമായ ശരീരം എൻ്റെ ബലഹീനമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. പരിചിന്തനത്തിലുള്ള പദ്ധതി ഞാൻ ആരംഭിക്കണമെന്നതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ തിരുവിഷ്ടമെങ്കിൽ ആരോഗ്യവും ഉന്മേഷവും എന്നിൽ തുടിക്കട്ടെ.
ഇത് അങ്ങയുടെ തിരുവിഷ്ടത്തിൻ്റെ എനിക്കുള്ള ഒരു വ്യക്തമായ അടയാളമായിരിക്കും. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ ശരീരം മുഴുവനെയും പിടിച്ചു കുലുക്കുന്നത് പോലെ തോന്നി. ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ പൂർണ്ണ സുഖം പ്രാപിച്ചു. ശ്വാസകോശങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയും ഇല്ലാത്തതുപോലെ ശ്വാസം നേരെയായി. എനിക്ക് യാതൊരു വേദനയും അനുഭവപ്പെട്ടില്ല. ഞാൻ ഈ ദൗത്യം ആരംഭിക്കണമെന്നതിന് എനിക്കുള്ള അടയാളമായിരുന്നു അത്. പരിശുദ്ധാത്മാവിനോടുള്ള എൻ്റെ നവനാളിൻ്റെ അവസാന ദിവസമാണ് ഇത് സംഭവിച്ചത്. തീർത്തും ആത്മീയ തലത്തിൽ ഈശോനാഥനുമായി ഐക്യപ്പെട്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ഈശോ ശക്തമായ ഉറപ്പ് എനിക്ക് തന്നു. അതായത് അവിടുത്തെ അവകാശങ്ങൾ അവിടുന്ന് സ്ഥിരീകരിച്ചു. ആ ദിവസം മുഴുവൻ ഞാൻ ഈശോനാഥനോട് ചേർന്നിരുന്ന് ആ സഭാസമൂഹത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവിടുത്തോട് ചർച്ച ചെയ്തു. പ്രവർത്തിക്കാനുള്ള ധൈര്യവും ശക്തിയും ഈശോ എൻ്റെ ആത്മാവിൽ പകർന്നു. ഒരാത്മാവിൽ നിന്ന് കർത്താവ് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ നൽകുകയും ആത്മാവിനെ കൃപയാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിനാൽ ആത്മാവ് തീർത്തും ദുർഭഗയാണെങ്കിലും കർത്താവിൻ്റെ കൽപ്പനയാൽ പ്രതീക്ഷയ്ക്കതീതമായ കാര്യങ്ങൾ ചെയ്യാൻ അതിന് കഴിയും. എന്തെന്നാൽ കർത്താവ് ആ ആത്മാവിൻ്റെ കൂടെയുണ്ടെന്നുള്ളതിന് തെളിവായുള്ള അടയാളം ഇതാണ്. ആത്മാവിനെ ധൈര്യപ്പെടുത്തുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശക്തിയും ബലവും ആ ആത്മാവിൽ പ്രകടമാണ്. എന്നെ സംബന്ധിച്ചാകട്ടെ കർത്താവിൻ്റെ ഔന്നത്യത്തിൻ്റെ മുമ്പിൽ ഞാനെപ്പോഴും ആദ്യം അല്പം ഭയചകിതയാണെങ്കിലും പിന്നീട് യാതൊന്നിനും അസ്വസ്ഥമാക്കാൻ പറ്റാത്ത ആഴമുള്ള സമാധാനത്താലും ആ പ്രത്യേക നിമിഷത്തെ കർത്താവ് ആവശ്യപ്പെടുന്നത് ചെയ്യാനുള്ള ആന്തരികമായ ശക്തിയാലും എൻ്റെ ആത്മാവ് നിറയുന്നു. തുടർന്ന് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. നീ ചെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച വിവരം സുപ്പീരിയറിനോട് പറയുക. എത്രനാൾ ഞാൻ നല്ല ആരോഗ്യവതിയായിരിക്കുമെന്ന് ചോദിക്കുകയോ അറിയുകയോ ചെയ്തില്ല. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് മാത്രം ഞാൻ അറിയുന്നു. ഭാവി എനിക്ക് അജ്ഞാതമാണ്. സഹനത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടിയല്ല, മറിച്ച് ദൈവഹിതത്തിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഈ ആരോഗ്യത്തിനു വേണ്ടി അപേക്ഷിച്ചത്. ഏപ്രിൽ 16, 1937. ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം എന്നെ വലയം ചെയ്തപ്പോൾ അവിടുന്ന് എത്ര വലിയവനാണെങ്കിലും എളിമയുള്ള ആത്മാക്കളിൽ കർത്താവ് ആനന്ദിക്കുന്നെന്ന് എൻ്റെ ആത്മാവ് മനസ്സിലാക്കി. ആത്മാവ് എത്രമാത്രം എളിമപ്പെടുന്നുവോ അത്രമാത്രം ആർദ്രതയോടെ കർത്താവ് അതിനെ സമീപിക്കുന്നു. അതുമായി ഗാഢമായി ഐക്യപ്പെട്ടുകൊണ്ട് തൻ്റെ സിംഹാസനത്തിലേക്ക് തന്നെ അവിടുന്ന് അതിനെ ഉയർത്തുന്നു. കർത്താവ് തന്നെ സംരക്ഷിക്കുന്ന ആത്മാവ് എത്ര സന്തോഷവതിയാണ്. സ്നേഹത്തിന് മാത്രമേ എന്തെങ്കിലും മൂല്യമുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. സ്നേഹമാണ് മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും യാതൊന്നുമായും ഒരു പ്രവൃത്തിയുമായും യാതൊരു സാമ്യവുമില്ല. ഓ ഈശോയെ, അങ്ങയുടെ കരുണയാൽ എന്നെ സംരക്ഷിക്കണമേ. ദയാപൂർവം എന്നെ വിധിക്കണമേ. അല്ലെങ്കിൽ അങ്ങയുടെ നീതിയിൽ ഞാൻ സത്യമായും നശിച്ചു പോകും.